6 മുതൽ 16% വരെ ആൺകുട്ടികളിലും 2 മുതൽ 8% വരെ പെൺകുട്ടികളിലും കാണുന്ന ഒരു ബിഹേവിയറൽ ഡിസോർഡറാണ് കണ്ടക്ട് ഡിസോർഡർ. ഹായ്, ഞാൻ ഷദാനദ്ദീൻ, അബ്സല്യൂട്ട് മൈൻഡിൽ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുന്നത് സോഷ്യൽ റൂൾസിനെ ഒബേ ചെയ്യാത്ത രീതിയിലുള്ള കുട്ടികളുടെ പെരുമാറ്റങ്ങളെയാണ്. എന്തൊക്കെയാണ് കണ്ടക്ട് ഡിസോർഡറിൽ കാണുന്ന സിംറ്റംസ്? അഗ്രസീവ് സിംറ്റംസ്, ഡിസീറ്റ്ഫുൾ സിംറ്റംസ്, അതുപോലെ റൂൾസ് വയലേഷൻ സിംറ്റംസ്, പിന്നെയുള്ളതാണ് ഡിസ്ട്രക്റ്റീവ് സിംറ്റംസ്. അഗ്രസീവ് സിംറ്റംസിൻ്റെ ഉള്ളിൽ വരുന്നതാണ് ഈ പരസ്പരം അടി ഉണ്ടാക്കുന്നതും അതുപോലെ ആനിമൽസിനെ ടോർച്ചർ ചെയ്യുന്ന രീതിയിലുള്ള സ്വഭാവങ്ങളൊക്കെ കാണാം. ഇതൊക്കെ അഗ്രസീവ് സിംറ്റംസിലുള്ളതാണ്. പിന്നെയുള്ളതാണ് ഡിസീറ്റ്ഫുൾനെസ്. നമ്മൾ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കള്ളത്തരങ്ങൾ പറയുന്നതും കാണിക്കുന്നതുമാണ് ഈ ഡിസീറ്റ്ഫുൾനെസ് ആയിട്ടുള്ള സിംറ്റംസിൽ വരുന്നത്. പിന്നെയുള്ളതാണ് ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ. മറ്റുള്ളവരുടെ പ്രോപ്പർട്ടി ഡിസ്ട്രക്റ്റ് ചെയ്യുക, ഇത് ഫയർ കൊളുത്തുക. ഇപ്പം ഏതെങ്കിലും അപ്പുറത്ത് മാവ് ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മാവിന് കൊണ്ടുപോയി തീ കൊളുത്തുക, അതുപോലെ കാറിൻ്റെ ചില്ലെറിഞ്ഞ് പൊളിക്കുക, ജനൽ പൊളിക്കുക. ഇതൊക്കെ ഒരു ഡിസ്ട്രക്റ്റീവ് ബിഹേവിയേഴ്സ് ആയിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെയുള്ളതാണ് റൂൾസ് വയലേഷൻ. ഇപ്പോൾ നമ്മൾ സോഷ്യലി ഉണ്ടാകുന്ന കുറച്ച് റൂൾസ് ഉണ്ടാവും. മേ ബി ഇപ്പോൾ നമ്മൾ സ്കൂളിൽ ബങ്ക് ചെയ്യുക, മര്യാദക്ക് ക്ലാസ് പോവാതെ ക്ലാസ് കട്ട് ചെയ്ത് പുറത്തൊക്കെ സിനിമ കാണാൻ പോവുക, ഇങ്ങനെയുള്ള ബിഹേവിയേഴ്സും ഈ റൂൾസ് വയലേഷനിൽ വരും. അതുപോലെ പാരൻസുമായിട്ട് അടിയുണ്ടാകുന്ന സമയത്തോ എന്തെങ്കിലും ചെറിയൊരു വഴക്ക് വരുന്ന സമയത്ത് വീട് വിട്ട് പോവുക, ഇതൊക്കെ ഒരു നമ്മൾ സോഷ്യലി ആക്സെപ്റ്റ് ചെയ്യാത്ത തരത്തിലുള്ള ബിഹേവിയേഴ്സാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ബിഹേവിയേഴ്സ് കാണിക്കുന്നതും ഈ കണ്ടക്ട് ഡിസോർഡർ വരുന്ന കുട്ടികളിൽ കാണുന്ന സിംറ്റംസാണ്. എന്തുകൊണ്ടൊക്കെയാണ് കണ്ടക്ട് ഡിസോർഡർ ഉണ്ടാകുന്നത്? ഇത് ഫാമിലി ബേസിസിൽ ഉണ്ടാവാം. ഇപ്പോൾ പാരൻസിൽ ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും കള്ളത്തരങ്ങളോ അല്ലെങ്കിൽ അഗ്രസീവായിട്ടുള്ള ബിഹേവിയേഴ്സോ പാരൻസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുട്ടികളിലും ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. പാരൻസിൽ തന്നെ വേണമെന്നില്ല, ലൈക്ക് അവരുടെ 3 ജനറേഷൻ എന്നൊക്കെ പറയും, നമ്മുടെ ഗ്രാൻഡ് പാരൻസോ അങ്ങനെ 3 ജനറേഷൻ വരെ ഉള്ള ഫാമിലി മെമ്പേഴ്സിൽ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളിലും ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ കെമിക്കൽസ്, ഈ സെറട്ടോണിൻ പോലെയുള്ള ന്യൂറോ കെമിക്കൽസ് എന്തെങ്കിലും ഇംബാലൻസസ്, അതിൻ്റെ ഒരു ഡിക്രീസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്തും കുട്ടികളിൽ ഇങ്ങനെ ഒരു ബിഹേവിയർ കാണിക്കപ്പെടാറുണ്ട്. പിന്നെയുള്ളതാണ് ബ്രെയിൻ സ്ട്രക്ചർ. അതായത് നമ്മുടെ ഫ്രണ്ടൽ ലോബ് പോലുള്ള ഏരിയാസാണ് നമ്മുടെ ബിഹേവിയേഴ്സിനെ മോണിറ്റർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറി കൊണ്ടോ നമ്മുടെ ബ്രെയിൻ ഏരിയാസിൽ എഫക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു കാരണമായി മാറാറുണ്ട്. പിന്നെയുള്ളതാണ് ഈ സൈക്കോ സോഷ്യലൊക്കെ പോലെ, അതായത് നമ്മുടെ കൂട്ടുകെട്ടുകളും മോശമാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ വിടക്കാവുന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതുപോലെ ഇപ്പോൾ സ്കൂളിൽ നമ്മൾ പോവാണ്, അപ്പം ഒരു പ്രോപ്പർ ഇതൊന്നുമില്ല, നമ്മൾ വഴിയിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറെന്നൊക്കെ ഉണ്ടെങ്കിൽ അപ്പം വല്ല ഡ്രഗ്സോ അല്ലെങ്കിൽ ആൽക്കഹോളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ പരിചയപ്പെടാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ടുള്ള കൂട്ടുകെട്ട് മേ ബി അവരുടെ ഒരു സ്വഭാവവും നമ്മുടെ കുട്ടികളിൽ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെയുള്ളതാണ് എൻവിറോൺമെൻറ്റൽ. നമ്മളെ പാരൻസ് എങ്ങനെ ട്രെയിൻ ചെയ്യുന്നു, കുട്ടികളോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു. ഇപ്പോൾ ഹാർഷായിട്ടുള്ള പണിഷ്മെൻറ്റ് കൊടുക്കുക, ഈ ചട്ടുകം പഴിപ്പിച്ച് കുട്ടിയെ പൊള്ളിക്കുക, അങ്ങനെയുള്ള ബിഹേവിയർ നമ്മൾ കാണാറുണ്ടല്ലോ ന്യൂസിലൊക്കെ. ഇങ്ങനെയുള്ള ഹാർഷ് പണിഷ്മെൻറ്റൊക്കെ കുട്ടികളെ അവർക്ക് ഈ ഒരു അഗ്രസീവ് ട്രേറ്റ്സ് ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് ഈ കണ്ടക്ട് ഡിസോർഡർ ഉള്ള ആളുകളിൽ ഉണ്ടാവുന്നത്? ഇവർ ഈ ഒരു നമ്മൾ പറഞ്ഞ പോലെ അഗ്രസീവായിട്ടുള്ള ബിഹേവിയേഴ്സൊക്കെ കാണിക്കുന്ന സമയത്ത് ഇത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട്, അതായത് ഇപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ ഫ്യൂച്ചറും ഇത് ബാധിക്കാൻ ചാൻസസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഈ അഗ്രസീവായിട്ടുള്ള ബിഹേവിയർ അല്ലെങ്കിൽ കള്ളം പറയുന്ന ഒരു ബിഹേവിയർ, ഇതൊക്കെ നമ്മളുടെ എന്താണ് ജോബിനെ എഫക്റ്റ് ചെയ്യും. നമ്മളൊരു സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു ജോബിലേക്ക് പോകുന്ന പോലെയാവും. ലൈക്ക് നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കുന്നു, ആ സമയത്ത് ഓഫീസിൽ എന്തെങ്കിലും കള്ളത്തരം കാണിക്കുന്നു, അപ്പം നമ്മൾ അവിടെ നിന്ന് വിടുന്നു, പിന്നെയും ഇതേപോലുള്ള ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത രീതിയിലുള്ള ലൈഫാവും. അതുപോലെ തന്നെ ഈ കള്ളത്തരങ്ങളും ഇതൊക്കെ കാരണം ഒരു നല്ല റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റാത്ത രീതിയിലും ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയുള്ള ശീലങ്ങൾ കുട്ടികളിൽ കാണുമ്പോൾ നമ്മളത് ഏർലി ഐഡൻറ്റിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റിന് കുറച്ചുകൂടി എളുപ്പമാകും. വലുതാവും തോറും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡിലേ ആയി വരാനും ചാൻസസ് ഉണ്ട്. നമ്മളിപ്പോൾ ചെറുപ്പത്തിൽ കുട്ടികളിൽ ഇങ്ങനെ ഒരു കുറച്ച് കുഞ്ഞു വികൃതികളൊക്കെ കാണുന്ന സമയത്ത് ഇത് ചെറുതായതുകൊണ്ടാണ്, വലുതാവുമ്പോൾ ഇതൊക്കെ ഓക്കെ ആവും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചില കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാതിരിക്കും. ഭാവിയിൽ അതൊരു വലിയ പ്രശ്നങ്ങളാവുമ്പോഴാണ് നമ്മളതിനെ പണ്ടും കുട്ടി ഇങ്ങനെ ആയിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഓർമ്മിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഏർലി ഐഡൻറ്റിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഇത് വളരും തോറും ഇത് ഒരു മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി പോലുള്ള പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ആ ഒരു സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആളിൽ ഒരു ക്രിമിനൽ ബിഹേവിയേഴ്സ് ഉണ്ടാവാം. അതുപോലെ തന്നെ ഈ അഗ്രസീവായിട്ടുള്ള ട്രേറ്റ്സ് ലൈക്ക് കൊലപാതകം അല്ലെങ്കിൽ മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ മോഷണം, അങ്ങനെയുള്ള കാര്യങ്ങളും ഈ ആളുകളിൽ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഇൻക്യൂറബിൾ ഒന്നുമല്ല, ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്തൊക്കെയാണ് കണ്ടക്ട് ഡിസോർഡറിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ്?
നമുക്ക് മെഡിക്കേഷൻസ് ഉപയോഗിക്കാം. അത്യാവശ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നമുക്കൊരു മെഡിക്കേഷൻസ് പ്രിസ്ക്രൈബ് ചെയ്ത് അത് എടുക്കാവുന്നതാണ്. പിന്നെ ഉള്ളത് സൈക്കോതെറാപ്പീസ് ആണ്. സൈക്കോതെറാപ്പിയിൽ നമ്മൾ CBT, അതായത് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി പോലുള്ള തെറാപ്പീസ് നമ്മൾ കുട്ടികളിൽ അഡ്മിനിസ്റ്റർ ചെയ്യും. എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുട്ടികളിൽ പല തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കുറേ ഐഡിയാസ് ഉണ്ടാവും. ഇതിനെ നമ്മളൊന്ന് റീഫ്രെയിം ചെയ്തെടുക്കുകയാണ് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയിലൂടെ ചെയ്യുന്നത്. അതായത് അവരുടെ ഒരു ഇമ്പൾസ് ഉണ്ടാവും, ഇങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ അഗ്രസീവായിട്ടുള്ള അപ്പുറത്തെ വീട്ടിൽ കല്ലെറിയുക, അങ്ങനെയുള്ള ഒരു ഇമ്പൾസീവായിട്ടുള്ള ട്രേറ്റ്സ് നമ്മളൊന്ന് റീഫ്രെയിം ചെയ്തെടുക്കുകയാണ് ഈ CBT ടെക്നിക്കിലൂടെ ഒക്കെ ചെയ്യുന്നത്. അതുപോലെ ആങ്കർ മാനേജ്മെൻറ്റ് ടെക്നിക്സ്, അവർ പെട്ടെന്നൊരു കോപത്തിലായിരിക്കാം മേ ബി അവർ ഈ ഫയറൊക്കെ കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള സാധനം നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യും എന്നുള്ളതൊക്കെ തെറാപ്പിയിലൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. പിന്നെ ഉള്ളതാണ് ബ്രീത്തിങ് ടെക്നിക്സ് ഒക്കെ. അതായത് നമ്മൾ റിലാക്സ് ആവാൻ വേണ്ടിയിട്ടുള്ള കൈൻഡ് ഓഫ് ടെക്നിക്സ് ഒക്കെ ഇവരിൽ പഠിപ്പിച്ചു കൊടുക്കും. ഈ ഒരു ആങ്കർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെയുള്ള ഒരു ടെക്നിക്കാണ് പാരൻറ്റ് മാനേജ്മെൻറ്റ് ട്രെയിനിങ് എന്ന് പറയും. അതായത് പാരൻറ്റിന് എങ്ങനെ കുട്ടികളെ മാനേജ് ചെയ്യാം എന്നുള്ള രീതിയിൽ. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാരൻറ്റ്സ് കുറച്ച് ഹാർഷായി ബിഹേവിയർ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഹാർഷ് പണിഷ്മെൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളിൽ അത് നെഗറ്റീവായിട്ട് ഇഫക്റ്റ് ചെയ്യും. അപ്പം നമുക്ക് കുട്ടികൾ അൺഡിസൈറബിൾ അല്ലെങ്കിൽ വേണ്ടാത്ത തരത്തിലുള്ള ബിഹേവിയർ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ പണിഷ്മെൻറ്റ് കൊടുക്കുന്നത് തന്നെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള പണിഷ്മെൻറ്റ്. അതായത് ഇപ്പോൾ ആളെന്തോ ഒരു അഗ്രസീവ് ബിഹേവിയർ കാണിച്ചു, അപ്പോൾ നമ്മൾ പറയുകയാണ് ഇന്ന് നിൻ്റെ ടാബ് അല്ലെങ്കിൽ ഗെയിം കളിക്കുന്ന സമയം ഒരു 1 ഹവറിൽ ചുരുക്കിയിട്ടുണ്ട്, കാരണം താൻ ഇങ്ങനെയുള്ള ബിഹേവിയർ കാണിച്ചു. അങ്ങനെ പറഞ്ഞിട്ടും നമുക്കൊരു പണിഷ്മെൻറ്റ് കൊടുക്കാം. ഒരു ബെറ്റർ രീതിയിലുള്ള പണിഷ്മെൻറ്റാണ്. അഗ്രസീവ് സാധനങ്ങൾ കുറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു എഫക്റ്റീവ് ടൈപ്പാണ്. അതുപോലെ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുക. നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു എപ്രിസിയേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോക്കൺ ഓഫ് ഒരു ചോക്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും കുട്ടികളിൽ കൊടുത്തു കൊണ്ടുവരാനും നമുക്ക് സാധിക്കും. ഇങ്ങനെയുള്ള രീതിയിൽ പാരൻറ്റിനെ ട്രെയിൻ ചെയ്യുന്നതിനാണ് നമ്മൾ പാരൻറ്റ് മാനേജ്മെൻറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് ഫാമിലി ബേസ്ഡ് തെറാപ്പി. അതായത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കുട്ടികൾ ഇങ്ങനെ ഒരു ബിഹേവിയേഴ്സ് കാണിക്കുന്ന സമയത്ത് കുട്ടികളോട് ഉള്ള അപ്രോച്ച് മോശമായിട്ടായിരിക്കാം മേ ബി. അപ്പോൾ നമ്മൾ അവരോട് എങ്ങനെയാണ് കുട്ടികളെ നോക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും, അതുപോലെ തന്നെ ഫാമിലിയിൽ കുറേ പ്രശ്നങ്ങളുണ്ടാവാം. ഇപ്പോൾ അച്ഛനും അമ്മയും വഴക്കിടുന്നത് കുട്ടി എപ്പോഴും കാണുകയാണ്. അച്ഛൻ എപ്പോഴും അമ്മയെ തല്ലുന്നതും അതുപോലെ അമ്മ അച്ഛനെ ചീത്ത പറയുന്നതൊക്കെ മകനും അല്ലെങ്കിൽ മകള് ഇത് കണ്ട് വളരുകയാണെന്നുണ്ടെങ്കിൽ അവർ വളരുന്നത് ഒരു ടോക്സിക് എൻവിറോൺമെൻറ്റിലാണ്. അപ്പോൾ അവരത് ഇൻഹെറിറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മളെ ഫാമിലീനെ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ഒന്ന് ക്ലിയറപ്പ് ചെയ്താലാണ് കുട്ടികളിൽ ഒരു ബെറ്റർമെൻറ്റ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് നമ്മളൊരു ഫാമിലി ബേസ്ഡ് തെറാപ്പിയും കൂടെ ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നത്. ഈ ഒരു കണ്ടീഷൻ ഉള്ള കുട്ടികളിൽ മേ ബി മറ്റ് സൈക്കോളജിക്കൽ പ്രശ്നങ്ങളും ഉണ്ടാവാം. ഈ ADHD പോലെ അല്ലെങ്കിൽ ഡിപ്രഷൻ പോലുള്ളത്, അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസ് ഒക്കെ ചെയ്യുന്ന, ആൽക്കഹോൾ കുടിക്കുക അല്ലെങ്കിൽ ഡ്രഗ് യൂസ് ചെയ്യുക, അങ്ങനെയുള്ള മറ്റ് പ്രശ്നങ്ങളും ഈ കുട്ടികളിൽ കാണാൻ ചാൻസസ് ഉണ്ട്. കണ്ടക്ട് ഡിസോർഡർ വരാതെ എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാം. അതായത് നമ്മൾ ചെറുപ്പത്തിലെ തന്നെ കുട്ടികളെ നല്ല മാനേഴ്സിലൂടെ പഠിപ്പിച്ചു കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. നമ്മളിപ്പോഴത്തെ പാരൻറ്റിങ്ങിൽ കാണാം, കുട്ടികൾ എന്തെങ്കിലും ലൈക്ക് ദീദിനെ അടിക്കുക അല്ലെങ്കിൽ ദീദിനോട് ഒറ്റയാക്കും എന്നൊക്കെ പറയും, ലൈക്ക് അടി കൊടുക്കുക എന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെറുപ്പത്തിലെ കുട്ടികളിൽ ഒരു അഗ്രസീവ് ബിഹേവിയേഴ്സ് കാണിക്കുന്ന രീതിയാണ്. അപ്പോൾ അവരങ്ങനെ ട്രെയിൻ ചെയ്യുന്നതിന് പകരം നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യാനൊക്കെ ശ്രദ്ധിച്ച്, ലൈക്ക് അവർക്ക് റീഇൻഫോഴ്സ്മെൻറ്റ്, നേരത്തെ പറഞ്ഞ പോലെ റീഇൻഫോഴ്സ്മെൻറ്റും അവരുടെ കൂടെ ഇരുന്ന് ഇമോഷണൽ കണക്ഷനൊക്കെ ഉണ്ടാക്കി അവരിലൊരു നല്ല റോള് പ്ലേ ചെയ്തുകൊണ്ട് ഇതിനെ നേരിട്ട് കൊണ്ടുപോയാൽ നമുക്കിത് മാനേജ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. കുട്ടികളിൽ ഞാൻ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കണ്ട് ഇതിനെ ഈസി ആയിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്